ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള രക്ഷാദൌത്യം അതിനിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്ന മണിക്കൂറുകളാണ് കാണുന്നത്. അർജുനെ കണ്ടെത്താൻ നാവികസേനയുടെ സംഘം ഷിരൂരിൽ സജ്ജമാണ്. പുഴയിലിറങ്ങിയിരിക്കുന്നു നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ. 3 ബോട്ടുകളായി 3 സംഘങ്ങളിലായിട്ട് കൂടിയാണ് 15-അംഗ സംഘം പുഴയുടെ അടിയൊഴുക്ക് പരിശോധിക്കാനായി പുഴയിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ സമയത്ത് വരുന്ന വിവരം അടിയൊഴുക്ക് വളരെയധികം ശക്തമാണ് എന്നുള്ള സൂചനകളാണ് വരുന്നത്. അത് തെരച്ചിലിന് ഒരു ചെറിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും വലിയ പ്രതീക്ഷയുണ്ട്. ഇന്ന് തന്നെ അർജുനെ കണ്ടെത്താനാകും എന്ന തരത്തിലുള്ള പരിശോധന അവിടെ നടക്കുന്നു. രാവിലെ മുതൽ കനത്ത മഴയായിരുന്നു. ആ മഴ ശമിച്ചതിന് പിന്നാലെയാണ് ഈ തെരച്ചിൽ പ്രവർത്തനങ്ങൾ വീണ്ടും ഊർജിതമാക്കിയിരിക്കുന്നത്. മണ്ണ് മാറ്റാനുള്ള നടപടികൾ വളരെ പെട്ടെന്ന് പുരോഗമിക്കുന്നു. പ്രധാനമായിട്ടും കാർവാറിൽ നിന്ന് ഡ്രോൺ ഉപയോഗിക്കാനുള്ള ബാറ്ററി അല്പസമയത്തിനുള്ളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതീവ ശക്തിയുള്ള ആ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ കൃത്യമായി റഡാർ സിഗ്നൽ കാണിച്ച സ്ഥലത്ത് ലൊക്കേഷനിൽ എത്ര താഴ്ചയിലുണ്ട് ലോറി, ഏത് തരത്തിലാണ്, അതിൽ ആ വാഹനത്തിന്റെ സ്ഥിതി എങ്ങനെയാണ്. നേരത്തെ നമുക്കറിയുന്നത് പോലെ 400ഓളം തടികൾ കെട്ടിയ ഒരു സാഹചര്യമായിരുന്നു. ഈ തടികൾ അഴിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഉണ്ടാകുകയില്ല എന്നാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ വാഹനം തെന്നി കൂടുതൽ ദൂരത്തേക്ക് മാറിപ്പോയനെ. ഇതുവരെ വരുന്ന നിഗമനങ്ങൾ അങ്ങനെ ഒരു സാഹചര്യമില്ല. വണ്ടി ചെളിയിൽ പുതഞ്ഞു പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഉറ്റുനോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം, ആ ലോറിയുടെ ക്യാബിനകത്ത് അർജുനുണ്ടോ? ആ ക്യാബിന്റെ ഡോർ തുറക്കാനാവുന്ന സാഹചര്യത്തിലാണോ, അതോ ഡോർ തുറന്നിരിക്കുന്നത് ചെളിയിലേക്കാണോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ആ വിഷയമാണ് വളരെ പ്രധാനമായിട്ടും ഇനി പരിശോധിക്കുക എന്നറിയുന്നു. KV ബൈജു ഷിരൂരിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുന്നു. ബൈജു, നേരത്തെ മഴ കാരണം ഒരൽപ്പം മന്ദഗതിയിലേക്ക് തെരച്ചിൽ പോയി, പക്ഷേ അത് വീണ്ടും തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ തിരുത്തുമല്ലോ. അത് ഇനിയുള്ള മണിക്കൂറുകളിൽ വളരെ പ്രധാനമായിട്ട് നടക്കുന്നത് ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ. ഇത് കൃത്യമായിട്ട് ഇത് ലൊക്കേറ്റ് ചെയ്യുക. ഈ വാഹനത്തിനകത്ത് അർജുൻ ഉണ്ടോ, ഈ ക്യാബിന്റെ ഡോറ് എങ്ങനെയാണ് ഓപ്പൺ ആയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കുമോ? ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നുണ്ടോ? തീർച്ചയായും അപർണ, ഇപ്പോൾ ഐബോർഡ് ഉപയോഗിച്ചുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യയുള്ള ഡ്രോൺ പറത്തുന്നതിനായുള്ള ബാറ്ററി ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇതുവഴി ഈ സംഭവ സ്ഥലത്തേക്ക് പോയത്. എന്തായാലും തിരച്ചിൽ പ്രതികൂല കാലാവസ്ഥയിലും യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നാണ് അവിടെ നിന്നെത്തിയ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറഞ്ഞത്. അത്തരത്തിലുള്ള വലിയ തെരച്ചിൽ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. എന്തായാലും വളരെ വൈകാതെ തന്നെ നമുക്ക് അർജുനിലേക്ക് എത്താൻ പറ്റും. അത്രത്തോളം അർജുന്റെ അരികിലേക്ക് ഇപ്പോൾ ദൌത്യസംഘം എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഡ്രോൺ ഉപയോഗിച്ചുള്ള ഈ 2 മണിക്കൂറാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. 2 മണിക്കൂറിനകം തന്നെ ആ കൃത്യമായ വിവരം, ആദ്യഘട്ടത്തിലുള്ള വിവരം നൽകാനാകുമെന്നാണ് അദ്ദേഹം ഇന്ദ്രപാൽ അല്പസമയം മുമ്പ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്രതികരിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി വളരെ വൈകാതെ തന്നെ ഈ വിവരം നമുക്ക് എത്തിക്കാൻ സാധിക്കും. എന്തായാലും ആ ദുരന്തത്തിന്റെ ഞെട്ടലിൽ ഈ ഭൂമിയിൽ നിന്നും 10 നാൾ നമ്മൾ നിരന്തരം തുടർച്ചയായി വാർത്ത നൽകുമ്പോഴും വലിയ ചങ്കിടിപ്പോടെ ഇവിടെ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു അർജുൻ തിരിച്ചു വരുമെന്ന കാര്യത്തിൽ. പക്ഷേ അതെല്ലാം ഓരോ ദിവസം കഴിയുമ്പോഴും വലിയ തോതിലുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോൾ ദൌത്യസംഘമുള്ളത്. കരസേനയും നാവികസേനയും ഒക്കെ അത്തരത്തിലുള്ള വലിയ പ്രവർത്തനമാണ് ഈ സ്ഥലത്ത് നടത്തുന്നത്. ഒരുപക്ഷെ ഇത് നേരത്തെ ആകാമായിരുന്നെങ്കിൽ വലിയ അർജുന്റെ ജീവൻ തന്നെ ലഭിക്കുമായിരുന്നു. അത്തരത്തിലുള്ള വലിയ ഒരു പ്രതീക്ഷ ആ ഘട്ടങ്ങളിലുണ്ടായിരുന്നു. ഇനി ഏത് അവസ്ഥയിലാണ് അർജുനുള്ളത്, എവിടെയാണ് അർജുനുള്ളത്, ഇനി ക്യാബിനകത്ത് തന്നെയുണ്ടോ, ക്യാബിനകത്ത് ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയാണ്. അത് തന്നെയാണ് രക്ഷാദൌത്യത്തിൽ ഉള്ളത്, ബന്ധുക്കൾക്കുമുള്ളത്. ഏതായാലും ഈ അർജുന്റെ ബന്ധു ജിതിൻ ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്, അവിടെയുണ്ട്. പക്ഷേ അവിടെ മൊബൈൽ ഫോണുകൾക്കെല്ലാം നിയന്ത്രണമുണ്ട്. കാരണം ഈ ഡ്രോൺ പറത്തുന്നത് സാങ്കേതിക വിദ്യ അത് തടസ്സപ്പെടും. മറ്റ് മൊബൈൽ ഫോണുകളുടെയൊക്കെ സിഗ്നൽ ഇതിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ആ പ്രദേശത്ത് മൊബൈൽ ഫോണൊക്കെ നിരോധിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളെയൊക്കെ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഈ തെരച്ചിലിന് നിയോഗിക്കപ്പെട്ട ആളുകൾ മാത്രമാണുള്ളത് അവിടെ. എന്തായാലും ഈ ചായക്കട, ലക്ഷ്മണന്റെ ചായക്കട എന്ന് പറയുന്ന സ്ഥലത്തിന്റെ തൊട്ട് പിറകിലായാണ് ഇത്തരത്തിൽ ലോറി കണ്ടെത്തിയിരിക്കുന്നത്. ആ പ്രദേശത്ത് നിന്നും ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനു മുമ്പ് അർജുൻ ഈ ക്യാബിനിലുണ്ടോ എന്നത് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അർജുൻ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ സുരക്ഷിതമായി അർജുനെ പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇത്ര ദിവസമായി ഈ വെള്ളത്തിനടിയിൽ, ചളിയിനടിയിൽ അർജുൻ കിടക്കാൻ തുടങ്ങിയിട്ട്. എന്നാലും രക്ഷാദൌത്യം വൈകിയത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ആശങ്കയുണ്ടാക്കിയത്. ഓരോ ദിവസവും നമ്മൾ വലിയ പ്രതീക്ഷയോടെയാണ് ഇവിടെ നിന്നും വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നത്. എന്നാലും നമുക്ക് മറ്റൊരു കാര്യം, ഈ അർജുൻ രാവിലെ മറ്റൊരു
ഒരു സ്ഥിരീകരണം നമുക്ക് നേരത്തെ ലഭിച്ചതാണ്. ഈ അർജുൻ രാവിലെ ഈ സ്ഥലത്ത്, അതായത് ഈ ലക്ഷ്മണന്റെ ചായക്കിടക്ക് നേരെ എതിർവശം ഇത്തരത്തിൽ വിശ്രമിക്കുമ്പോൾ മറ്റൊരു ലോറി ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് അതുവഴി വരികയും ഈ അർജുനെ മുട്ടിവിളിക്കുകയും ചെയ്തപ്പോൾ അർജുൻ അല്പം വിശ്രമിക്കട്ടെ, ഞാൻ വിശ്രമിച്ചിട്ട് വരാമെന്നായിരുന്നു അവരോട് പറഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ വാഹനത്തിന് മുമ്പിൽ ഒരു കളിപ്പാട്ടമുണ്ടായിരുന്നു. അത് തന്റെ 2.5 വയസ്സുള്ള മകന് വേണ്ടി ആ അർജുൻ വാങ്ങിയതായിരുന്നു. ആ കളിപ്പാട്ടവും കൊണ്ട് കല്ലായിലേക്ക് മരവുമായി പോകുമ്പോഴാണ് ഈ അയ്യപ്പന്റെ ഈ ലക്ഷ്മണന്റെ ചായക്കടയിലേക്ക് ഇത്തരത്തിൽ വലിയ ഒരു മണ്ണിടിച്ചിൽ വന്ന് ഇത്തരത്തിൽ അർജുനനെ കാണാതാവുകയും അത്ര സന്ദർഭം ഉണ്ടാവുന്നത്. ഏതായാലും വലിയ ഒരു പ്രതീക്ഷ നമുക്കുണ്ടായതെല്ലാം അസ്തമിച്ചു. ഇനി അവസാനമായി ഒരു നോക്ക് കാണാൻ അർജുനെ കാണാൻ പറ്റുമോ എന്ന ഒരു ചോദ്യമാണ് ഓരോ വീടുകളിൽ നിന്നും ഓരോ നിമിഷവും ആ വിവരമാണ് കാതോർത്തിരിക്കുന്നറിയാം. പക്ഷേ ഇപ്പോൾ നിലവിൽ ആ പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ടെന്നല്ലാതെ അർജുനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും അത് ഉടനെ തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അവിടുന്ന് വിവരങ്ങൾ നൽകാൻ അത്തരത്തിലുള്ള സോഴ്സ് നമുക്ക് അവിടെയുണ്ട്. ആധികാരികമായ കൃത്യമായ വിവരം നമ്മളത് നൽകും. എന്തായാലും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാതെ കൃത്യമായ വിവരങ്ങൾ നൽകുക എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്ര ദിവസമായി നമ്മൾ ഇവിടെ കൃത്യമായി ഓരോ വിവരങ്ങൾ എത്തിക്കാനുണ്ട്. എന്തായാലും ഈ 2 ഡ്രോണാണ് ഇപ്പോൾ. നേരത്തെ ഒരു ഡ്രോൺ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഈ മേഖലകളിലെല്ലാം പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ ബൈജു, അതിലേക്ക് അവിടെ നിന്ന് ഏറ്റവും